ഒരു വലിയൊരു പുരുഷാരം, യേശുവിൻ്റെ കൂടെ വലിയൊരു പുരുഷാരം വിധവയുടെ വീടിന്റെ മുമ്പിൽ വലിയ പട്ടണത്തിലെ സകല ജനങ്ങളും ആ ഭവനത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ യേശു അങ്ങോട്ട് കടന്നു ചെന്നു. ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്, ഒരു വല്ലാത്ത സിറ്റുവേഷനാ. വിധവയായ ഒരു സ്ത്രീയുടെ ഏകജാതനായ പുത്രൻ മരിച്ചു. ആമേൻ. അവനെ അങ്ങ് ദൂരെ സെമിത്തേരിയിൽ കൊണ്ട് കുഴിച്ചിടുവാൻ ശവമഞ്ചത്തിൽ എടുത്തു വച്ച് സെമിത്തേരിയിലോട്ട് യാത്ര ചെയ്യുവാൻ അവരെ പുറപ്പെടാൻ തുടങ്ങുന്ന സെക്കൻഡിൽ യേശു അവിടെ കടന്നു എന്നിട്ട് പറഞ്ഞു, മഞ്ചം താഴെ വെക്ക. മഞ്ചം. ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രാഗൽഭ്യത്തോടൊരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ശവമഞ്ചത്തെ തടയാൻ യേശുവിനല്ലാതെ ഉലകത്തിലെ ഒറ്റ കുഞ്ഞുങ്ങൾക്കും അതിനുള്ള പവറില്ല. ശവമഞ്ചം പൊക്കി നിർത്തുമ്പോൾ അതിനെ താഴെ വെക്കണമെന്ന് കൽപ്പിക്കാൻ യേശുവിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ആമേൻ. പുരുഷാരം വലുതായിരിക്കാം, നിന്റെ കുടുംബം വലുതായിരിക്കാം, പക്ഷേ ആ ശവമഞ്ചം ഒന്ന് താഴെ വെപ്പിക്കുവാൻ നസറേത്തുകാരനായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ഓ, അത് വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽക്കാലം എന്റെ കൂടെ ചേർന്ന് എന്റെ കർത്താവിന് ആരാധന കൊടുക്കാൻ ശവമഞ്ചത്തെ താഴെ വെപ്പിക്കുന്ന ഒരു സ്വർഗീയ ഇടപെടൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത്, വ്യക്തിപരമായ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നുവെന്ന് സ്വർഗ്ഗദൂത് പറയുക. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ.